റോഷിപാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് എടുക്കുന്നു. തിരഞ്ഞെടുപ്പിന് അണിനിരക്കേണ്ട നേതാക്കളാണ് ഇപ്പോൾ പിണങ്ങി മാറി നിന്നും മിണ്ടാതിരുന്നും ചിലരൊക്കെ പ്രതികരിച്ചുമൊക്കെ മുന്നോട്ട് വരുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? എങ്ങനെയൊക്കെയാണ് പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുന്നത്? റോഷി, സ്മൃതി, കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുന്നു. AI ഗ്രൂപ്പുകൾ ഒരുമിച്ച് നിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. KC വേണുഗോപാലിനെതിരെയുള്ള പടയൊരുക്കമാണ് സംസ്ഥാന കോൺഗ്രസിൽ നടക്കുന്നത്. KC പക്ഷം പാർട്ടിയെയും ഒപ്പം പോഷക സംഘടനയും കൈയടക്കുന്നു എന്ന പരാതിയാണ് ഉയർന്നത്. അതിനിടയിൽ തന്നെ ശശി തരൂരിനെ മുൻനിർത്തി MK രാഘവന്റെ നേതൃത്വത്തിൽ പുതിയൊരു നീക്കം തുടങ്ങുന്നുണ്ട്. പിണങ്ങി നിൽക്കുന്നവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ശശി തരൂർ പക്ഷം അത് പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമമാണ്. ഇടക്കാലത്ത് ശശി തരൂർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള തീരുമാനമെടുത്തപ്പോൾ MK രാഘവൻ അടക്കമുള്ള നേതാക്കൾ ഒപ്പം അണിനിരന്നിരുന്നു. പിന്നീട് തരൂർ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പിൻവാങ്ങി. ഒടുവിൽ വീണ്ടും തരൂരിനെ മുൻനിർത്താനുള്ള നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നു. അങ്ങനെ പല കോണുകളിലും ആഭ്യന്തരമായി ഭിന്നത രൂപപ്പെടുന്നു. നേരത്തെ ഒന്ന് പരീക്ഷിച്ചതാണ്. നേതാക്കളെ പോയി കാണുന്നു, സമുദായ നേതാക്കളെ കാണുന്നു, കേരളത്തിൽ പര്യടനം നടത്തുന്നു. പക്ഷെ അതൊരു പാളിപ്പോയ ശ്രമമായിരുന്നല്ലോ. അതിനുശേഷമുള്ള തരൂരിലുള്ള വ്യത്യാസം, തരൂർ പല ഘട്ടങ്ങളിലും മോദിക്ക് അനുകൂലമായി പ്രതികരിക്കുന്നു, കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ആ ശ്രമത്തിൽ പിന്നെ MK രാഘവൻ കൂടെ കൂടുകയാണോ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ നിയമനത്തിലും ഒപ്പം KPCC ഭാരവാഹികളെ നിശ്ചയിച്ചതിലും അടക്കം അതൃപ്തിയുള്ള കുറേ നേതാക്കളുണ്ട്. അത് വിവിധ ഗ്രൂപ്പുകളിലുണ്ട്. ആ നേതാക്കളെയൊക്കെ യോജിപ്പിച്ച് നിർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ശശി തരൂരിനെ പൂർണ്ണമായും അവഗണിക്കുന്നു, തരൂരിനൊപ്പം നിൽക്കുന്ന നേതാക്കളെയും അവഗണിക്കുന്നു എന്നാണ് പ്രധാന പരാതിയായി ഇവർ ഉന്നയിക്കുന്നത്. അങ്ങനെ അവർ ഒത്തുചേർന്ന് മുന്നോട്ട് പോകാനുള്ള നീക്കമാണ്. പ്രത്യേകിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയമാണ്. ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ഈ പുനഃസംഘടന കോൺഗ്രസിനകത്ത് വലിയ രീതിയിൽ അസംതൃപ്തി പുകയാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ ഒരുപക്ഷെ ഹൈക്കമാൻഡ് ഇടപെട്ടേക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് നവംബർ ആദ്യവാരത്തോടെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അത് വലിയ തർക്കത്തിലേക്ക് പോവുകയും പരാജയത്തിന് വഴിയൊരുക്കുകയും ചെയ്യുമെന്ന നേതാക്കൾക്ക് ബോധ്യമുണ്ട്. അങ്ങനെ ചില നേതാക്കളൊക്കെ തൽക്കാലത്തേക്ക് പ്രതികരിക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തിട്ടുമുണ്ട്. അത് ഐ ഗ്രൂപ്പ് അടക്കം അമർഷമുണ്ടെങ്കിലും തൽക്കാലം പ്രതികരിക്കേണ്ടതില്ലെന്ന് തീരുമാനമെടുത്തതിന്റെ കാരണവും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമാണ്. ഏതായാലും വരും ദിവസങ്ങളിലും കൂടുതൽ നേതാക്കളുടെ പ്രതികരണം ഉണ്ടാകാനാണ് സാധ്യത. ശരി, റോഷിപാൽ, അർജുൻ കല്യാട്, ഗോകുൽനാഥ് എന്നിവരാണ് വിവരങ്ങൾ നൽകിയത്.